بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين സ്നേഹിതരെ, പ്രിയമുള്ളവരെ, മനുഷ്യത്വമുള്ളവർ മുഴുവൻ സങ്കടപ്പെടുന്ന വിധം ഫലസ്തീനികളുടെ ദുരന്തങ്ങൾക്കും പീഡനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമായ സുന്നി യുവജന ഫെഡറേഷൻ വ്യത്യസ്ത പരിപാടികളോട് ആചരിക്കുന്ന ഐക്യദാർഢ്യ വാരത്തിന്റെ ഓൺലൈൻ സെമിനാറാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. 2021 മെയ് 18 മുതൽ 24 വരെ നടക്കുന്ന പരിപാടിയുടെ 3-ാം ദിവസമായ ഇന്ന് ഫലസ്തീൻ ആരാണ് യഥാർത്ഥ ഭീകരർ എന്ന ശീർഷകത്തിലാണ് നമുക്ക് അല്പം സംസാരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു നൂറ്റാണ്ടിലധികമായി ഫലസ്തീനിൽ നടക്കുന്ന ഭൂമിക്കൊള്ളയുടെയും കുടിയൊഴിപ്പിക്കലിന്റെയും പേരിൽ പുകയുകയും വെന്തുനീറുകയും ചുട്ടരിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്റെയും മാനവികതയുടെയും കാര്യത്തിൽ മനുഷ്യനായിട്ടുള്ള വിഷയം ശ്രദ്ധിക്കുന്ന ആർക്കും ഒരു വിശകലനവും നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ്. തങ്ങളുടെ ജന്മദേശം ഒരു രണ്ടാം കക്ഷി മൂന്നാം കക്ഷിക്ക് വിറ്റ് ഈ രണ്ടാം കക്ഷി മൂന്നാം കക്ഷിയെ കൊണ്ടുവന്ന് 1917 മുതൽ കുടിയിരുത്തി 1948 UN എന്ന റബ്ബർ സ്റ്റാമ്പ് പതിച്ച് രാഷ്ട്രമായി പ്രഖ്യാപിച്ച അന്നു മുതൽ ഇന്ന് വരെ അനുദിനം കയ്യേറിയും കൊല ചെയ്തും ജൂതരാഷ്ട്രം കിരാതമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന പേരിൽ സ്ഥാപിക്കപ്പെട്ട ജൂത കൊള്ളരാഷ്ട്രത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും ഗൂഢാലോചനകളും കുൽസിത തന്ത്രങ്ങളും കഴിഞ്ഞ പരിപാടികളിൽ ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് അത്തരം വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇസ്രായേലും ഫലസ്തീനും എന്ന് ഒരിക്കലും ഒരു നിലയ്ക്കും എത്ര ലക്ഷം മടങ്ങ് വിദൂരമായ ഒരു താരതമ്യത്തിന് പോലും സാധിക്കാത്ത വിധം ദുർബലമാണ് ഫലസ്തീൻ എന്ന പക്ഷം. ജന്മനാട്ടിൽ അഭയാർത്ഥികളായ ഫലസ്തീനികൾക്ക് വെച്ചു നീട്ടപ്പെട്ടതെല്ലാം വീണ്ടും വീണ്ടും തട്ടിപ്പൊറിച്ച് ഒരു തുണ്ടുഭൂമിയിൽ കാലുകുത്താൻ ഇടമില്ലാതെ നട്ടം തിരിയുകയാണ് അനേക ലക്ഷം പേർ. മറുവശത്ത് അവരുടെ ശത്രുക്കളും എതിരാളികളും പീഡകരും ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളായ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അരുമയായിട്ടുള്ള അവരുടെ എല്ലാ പിന്തുണയും സഹായവും പേറുന്ന സർവസംഹാരായുധങ്ങളുടെയും സാങ്കേതിക മികവിന്റെയും എല്ലാം ഉന്നതിയിലെത്തിയ ഇസ്രായേൽ അവരല്ലേ മറുവശത്ത്? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ നിശ്ചിതമായ അതിർത്തികളാൽ വേർതിരിക്കപ്പെട്ട രണ്ടു രാജ്യങ്ങളെ അല്ല ഫലസ്തീനും ഇസ്രായേലും. ഒരു രാജ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വലിപ്പം പോലും ഇല്ലാത്ത ഇന്നത്തെ ഭൂപടത്തിലെ അധിനിവേശ ഇസ്രായേൽ എന്ന ഭൂപ്രദേശത്ത് അങ്ങിങ്ങായി മാടം കുത്തിയ പോലെ 1-2 തുണ്ടുകൾ മാത്രം, അതാണ് ഫലസ്തീൻ. അവർക്ക് രാജ്യമില്ല, അധികാരമില്ല, ഭരണകൂടമില്ല. അവരുടെ ചുരുങ്ങിയ പ്രദേശത്തേക്ക് പുറത്തു രാജ്യത്ത് നിന്ന് വരുന്നവർക്ക് കടന്നു വരാൻ പാസ്പോർട്ട് അനുവദിക്കാൻ അവർക്ക് അവകാശമില്ല. ആ പാസ്പോർട്ട് അനുവദിക്കുന്നത് പോലും ഇസ്രായേൽ ഭരണകൂടമാണ്. എല്ലാം ബ്രിട്ടന്റെ ഒത്താശയോടുകൂടി പിടിച്ചെടുക്കപ്പെട്ടതും അമേരിക്കയും UN അടക്കം ജൂതർക്ക് പതിച്ചു നൽകിയതുമാണ്. 1948 വിഭജിച്ചതിന് ശേഷം കുടിയൊഴിപ്പിച്ചും കൊന്നും ബോംബിട്ട് തകർത്തും കയ്യേറി ഇപ്പോൾ വെറും 15% ഭൂമിയിൽ ഫലസ്തീനികൾ എത്തി നിൽക്കെയാണ് ഇതേവരെയുള്ള എല്ലാ കരാറുകളും ലംഘിച്ച് UN പ്രമേയങ്ങൾ കാറ്റിൽ പറത്തി വീണ്ടും കിഴക്കൻ ജെറുസലേമിലെ ഷെയ്ഖ് ജറാഹ് എന്ന പ്രദേശത്ത് കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ വന്നതും തുടർന്ന് കലാപങ്ങൾ ഉണ്ടായതും. ഈ കുടിയൊഴിപ്പിക്കലിനും ആക്രമണത്തിനും എതിരെ പ്രതികരിച്ചവരാണ് ഇപ്പോൾ ലോകത്തിന്റെ കണ്ണിൽ തീവ്രവാദികളായത്. എല്ലാ ആക്രമണങ്ങളും അഴിച്ചുവിടുന്ന മറുവശത്തെ ജൂതരാഷ്ട്രം ലോകത്തിന്റെ കണ്ണിൽ സമാധാനപ്രിയരും. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യാനന്തര ഭരണകൂടം 1992 വരെയും സമ്പൂർണമായി പിന്തുണച്ചതും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും ദിനാചരണം നടത്തിയതും ഇതേ ഫലസ്തീനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ചരിത്രം. പക്ഷെ ഇന്ന് നമ്മുടെ ഭരണകൂടവും 1992 വരെ പിന്തുണച്ച പ്രമുഖ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പലരും, ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പലരും, മുൻ മുഖ്യമന്ത്രി അടക്കം മനസ്സിൽ വെച്ചിരിക്കുന്നതും പൊടുന്നനെ കുറിച്ചു പോകുന്നതും ഫലസ്തീനുകളാണ് ഭീകരവാദികൾ എന്നാണ്.
ക്രൈസ്തവ സമൂഹത്തിൽ അനേകർ സോഷ്യൽ മീഡിയയിൽ ഇതേ വാക്കുകൾ ആവർത്തിക്കുകയും പച്ചക്കള്ളം വിളമ്പുകയും ചെയ്യുകയാണ്. ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങൾ കള്ള പേജുകളും അനേക മില്യൺ കൃത്രിമ ലൈക്കുകളും ഇസ്രയേലിന് അനുകൂലമായി ഫലസ്തീനിനും പീഡിതർക്കും പ്രതികൂലമായും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ചരിത്രങ്ങളെയും കൊഞ്ഞനം കുത്തി ഇവർ വിളിച്ചു പറയുന്നു ഫലസ്തീൻ ഭീകരവാദികൾ. സുഹൃത്തുക്കളെ, എപ്പോഴാണ് ഒരു ആക്രമണം, ഒരു പ്രതിരോധം, ഒരു പ്രതിഷേധം അന്യായമാണെന്നോ ഭീകരമാണെന്നോ നാം വിലയിരുത്തേണ്ടത്? അതിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്താണ്? ആ കാരണങ്ങളിലുണ്ടായ അന്യായം എന്താണ്? അന്യായത്തിന്റെ മേലിൽ ആ കേന്ദ്രത്തിൽ നിന്ന് ആക്രമണങ്ങൾ വല്ലതും ഉണ്ടായോ? ഉണ്ടായെങ്കിൽ അത് എത്രമാത്രം തീവ്രമായിരുന്നു എന്നെല്ലാം നോക്കിയിട്ടല്ലേ. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ ഭൂമിയും കെട്ടിടങ്ങളും വാഹനങ്ങളും വീടും സ്വത്തുവകകളും മുഴുവൻ ഒരു അക്രമി സംഘം കയ്യേറി നമ്മെ അവിടെ നിന്ന് ബോംബിട്ട് ഇറക്കി വിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നാം ഒരു കല്ലെടുത്ത് എറിയുന്നത് ഭീകരവാദമാകുകയും അതിനു മുമ്പ് നടന്ന മുഴുവൻ അക്രമങ്ങളും ആ അക്രമകാരികളും സമാധാനപ്രിയരും അത് സമാധാനമാവുകയും ചെയ്യുമോ? അങ്ങനെ ഒരു വ്യാഖ്യാനം ലോകത്തിന് നൽകാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ അതാണ് ഇവിടെ ഹമാസും ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ നാം അവരെ ഭീകരവാദികൾ എന്ന് വിളിക്കും? യഥാർത്ഥ ഭീകരവാദികൾ മറുപുറത്തുള്ളവരല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഭഗത് സിംഗിന്റെയും രാജഗുരുവിന്റെയും ആക്രമണ നീക്കങ്ങളെ ഭീകരവാദമെന്നും തീവ്രവാദമെന്നും നാം വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതേ മാനദണ്ഡം വെച്ചല്ലേ. മാനദണ്ഡം എല്ലായിടത്തും ഒരുപോലെയാകണ്ടേ? ഇസ്രായേൽ രാഷ്ട്ര നിർമ്മാണത്തിന് എന്തു നീതിയാണുള്ളത്? അമേരിക്കയും ബ്രിട്ടനും ആധുനിക ക്രൈസ്തവതയിലെ ഗണ്യമായ വിഭാഗവും അതിനെ പച്ചയ്ക്ക് പിന്തുണയ്ക്കുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇസ്രായേലിന്റെ ചുട്ടുചാമ്പലാക്കുന്ന അക്രമം എന്തിന്റെ പേരിലാണ്? അവരുടെ തുടരുന്ന കുടിയൊഴിപ്പിക്കലുകളും കയ്യേറ്റവും അന്യായമാണെന്ന് എന്തുകൊണ്ടാണ് ഇതുവരെ ആരും മിണ്ടാത്തത്? ചട്ടുകമാണെങ്കിലും UN പറയേണ്ടി വന്ന കൊടുക്കേണ്ടി വന്ന നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ച ഓസ്ലോ പാക്റ്റും ലംഘിച്ചതിനെ കുറിച്ച് എന്താണ് ആഗോള സമൂഹത്തിന് ഇത്ര ഗാഠമൗനം? ആരും ചോദിക്കാനും സഹായിക്കാനും പിന്തുണയ്ക്കാനുമില്ലാതെ മരണം മാത്രം മുന്നിൽ കണ്ട് എല്ലാ വഴികളും അടഞ്ഞ ഒരു ജനത പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാലും നേടാനുള്ളത് എന്താണ്? എല്ലാം നഷ്ടപ്പെട്ടവരോട് നിയന്ത്രിക്കാൻ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഹമാസിന്റെ റോക്കറ്റുകളെ എലിവാണം എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ തന്നെയാണ് അവരെ ഭീകരവാദികൾ എന്ന് ആരോപിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. അത് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ലക്ഷത്തിലൊന്ന് പ്രഹരശേഷിയോ കൃത്യതയോ ഒന്നുമില്ലാത്തതാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമെന്നിരിക്കെയാണ് മറുവശത്തുള്ള ഈ പാവങ്ങളെ ഭീകരവാദികളാക്കുന്നത്. ഹമാസ് നടത്തുന്ന നീക്കങ്ങൾ കൂടുതൽ രംഗം വഷളാക്കുകയായിരിക്കാം. ഹമാസിന്റെ നിലപാടുകളിലും നയങ്ങളിലും വിള്ളലുകളും പൊരുത്തക്കേടുകളും ഉണ്ടാകാം. പക്ഷേ അത് നോക്കേണ്ട സന്ദർഭമാണോ ഇത്? നമ്മുടെ നാട്ടിലെ ഒരു സഹോദരി മരണപ്പെട്ടു. പൊതുസമൂഹത്തിന് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. മരണം ആരുടേതായാലും മരണം തന്നെയാണ്. മറുഭാഗത്ത് മരിച്ചു വീണത് ഇതേവരെ 300ഓളം ആളുകളാണ്. അതിൽ അനേകം കുട്ടികളാണ്. ആയിരങ്ങളാണ് മുറിവേറ്റവർ. 1.5 ലക്ഷത്തോളമാണ് ഭവനരഹിതരായവർ. എന്തുകൊണ്ട് ആ മരണങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആ മരണങ്ങൾ മരണങ്ങളായി മനസ്സിലാക്കുന്നില്ല? വരും തലമുറയെയും സ്ത്രീകളെയും സ്കൂളുകളെയും ആശുപത്രികളെയും കൊന്നുതള്ളുകയും തകർക്കുകയും ചെയ്യുന്ന ഈ കൊള്ള രാഷ്ട്രത്തിന്റെ ഭീകരവാദികൾ, ആ ഭീകരവാദികളെ കുറിച്ച് ലോകം എന്തുകൊണ്ടാണ് മൗനം ദീക്ഷിക്കുന്നത്? പക്ഷേ ഇന്ന് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മാനദണ്ഡം മുസ്ലിമിൽ നിന്നുണ്ടാകുന്ന ആക്രമണം എന്ന് മാത്രമായിരിക്കുന്നു. അതിനുവേണ്ടി ഫലസ്തീൻ പ്രശ്നം ജൂത മുസ്ലിം പ്രശ്നമായി മനഃപൂർവ്വം അവതരിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ ജൂതവിരോധമാണ് ഇതിന്റെ മൂല കാരണമെന്ന് പറയാൻ കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം സയനിസ്റ്റ് ക്രിസ്ത്യൻ സൈബർ ചാവേറുകൾ ആണും പെണ്ണുമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു മുസ്ലിം ജൂത പ്രശ്നമേ അല്ല, അതൊരു ഭൂപ്രശ്നമാണ്. അത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തിന്റെ പ്രശ്നമാണ്. അത് മാനവികതയുടെ പ്രശ്നമാണ്. ഒരു ഭൂപ്രദേശത്തെ ജനതയുടെ ജീവിക്കാനുള്ള
അവകാശത്തിന്റെ, ജീവിച്ചിരിക്കാനുള്ള അവകാശത്തിന്റെ വിഷയം. ആ ഭൂപ്രദേശത്ത് ക്രിസ്ത്യാനികളും എന്തിന് ഓർത്തഡോക്സ് ജൂതന്മാർ പോലുമുണ്ട്, മുസ്ലിമീങ്ങൾ മാത്രമല്ല. മുസ്ലിമിന്റെ ജൂതവിരോധവും പരമത വിദ്വേഷവുമാണ് വിഷയങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നവർ അവരൊക്കെ അത് പറയുന്നത് പോലും മുസ്ലിം രാജ്യങ്ങളിലെ സുരക്ഷിത ഇടങ്ങളിൽ ഇരുന്നാണ് എന്ന് നാം ആലോചിക്കണം. ഈ പറയുന്നവരുടെ ലക്ഷക്കണക്കായ ബന്ധുക്കൾ ലോകത്ത് ഏറ്റവും സുരക്ഷിതത്വം അനുഭവിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ്. ആ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് ഈ പറയുന്നവരുടെ, ഈ ആരോപകരായിട്ടുള്ള ആളുകളുടെ അവരും അവരുടെ ലക്ഷക്കണക്കായ ബന്ധുക്കളും സമ്പാദിച്ചു കൂട്ടി ജീവിതം കരുപ്പിരിപ്പിക്കുന്നത്. അവരോടൊപ്പം അതേ മുസ്ലിം രാജ്യങ്ങളിൽ അനേകായിരം ജൂതന്മാരുടെ വ്യാപാര സ്ഥാപനങ്ങളും സാന്നിധ്യങ്ങളും സുരക്ഷിതത്വത്തോടുകൂടി, മുസ്ലിം രാജ്യങ്ങൾ വകവെച്ചു കൊടുത്ത സുരക്ഷിതത്വത്തോടുകൂടി നിലനിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇസ്ലാമിന്റെ ജൂതവിരോധത്തിന്റെ, മുസ്ലിം രാജ്യങ്ങളുടെ ജൂതവിരോധത്തിന്റെ പേരിലാണ് ഈ ഫലസ്തീൻ പ്രദേശത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി തീർന്നത് എന്ന് വിളിച്ചുകൂവി ലോകത്തെ മണ്ടന്മാരാക്കുകയാണ്. എന്നിട്ടും അവർ വിളിച്ചു പറയുന്നു മുസ്ലിം രാജ്യങ്ങളാണ്, ജൂത ക്രൈസ്തവ മതങ്ങളോടുള്ള വിരോധമാണ് ഫലസ്തീൻ പ്രശ്നത്തിന്റെ ആധാരവും അടിത്തറയുമെന്ന്. യഥാർത്ഥത്തിൽ ഇതെല്ലാം വിളിച്ചു പറയുന്നവരല്ല ഭീകരവാദികൾ. കൊലയേക്കാൾ വലിയ ഭീകരതയല്ലേ ഇത്? ഇസ്രായേലിനെതിരെയുള്ള ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലും എന്തിന് ഹമാസിലും ഫത്തായിൽ പോലും അമുസ്ലിം സാന്നിധ്യമുണ്ടെന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ ഇതൊരു മുസ്ലിം ജൂത മതകീയ പ്രശ്നമല്ല. ലോകത്ത് ജൂതന്മാർ ചിതറിയോടി നാട് ചുറ്റി പീഡിപ്പിക്കപ്പെട്ട കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അക്കാലത്ത് മുഴുവൻ അവർക്ക് സുരക്ഷിതമായ അസ്തിത്വവും ഭൗതിക സൗകര്യങ്ങളും കിട്ടിയത് മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലായിരുന്നില്ലേ? AD 638 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജെറുസലേം കീഴടക്കിയത് മുതൽ 1917 വരെയുള്ള കാലത്ത് ചുരുങ്ങിയ ഇടവേളകൾ ഒഴിച്ചാൽ മുഴുവൻ സമയത്തും ജെറുസലേം മുസ്ലിം ഭരണത്തിൽ കീഴിലായിരുന്നുവല്ലോ. അന്നെല്ലാം ജൂതർ സുരക്ഷിതരായിരുന്നില്ലേ? സ്പെയിനിൽ മുസ്ലിം ഭരണം നിലനിന്ന 800 വർഷവും ജൂതർക്ക് പീഡനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. സ്പെയിൻ മുസ്ലിമീങ്ങളിൽ നിന്ന് വിട്ടുപോയതിനു ശേഷമാണ് 1492 ശേഷം 2 ലക്ഷത്തോളം ജൂതന്മാരെ ക്രിസ്ത്യാനികൾ സ്പെയിനിൽ നിന്ന് പുറത്താക്കി അവർക്ക് നെതർലാൻഡിലേക്കും തുർക്കിയിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ചേക്കേറേണ്ടി വന്നത്. ഇന്ന് സംരക്ഷണം നൽകുന്ന അതേ ക്രിസ്ത്യൻ സമൂഹമാണ് ലോകത്താകമാനം അവരെ പീഡിപ്പിച്ചത്. എണ്ണിയാൽ തീരാത്ത ചരിത്രങ്ങളില്ലേ? എന്നിട്ടും ആ പക്ഷത്തു നിന്ന് വിളിച്ചു പറയുന്നു മുസ്ലിമിന്റെ ജൂതവിരോധം, മുസ്ലിം ഭീകരവാദികൾ. BC 307 മുതൽ AD 324 വരെ റോമൻ ഭരണത്തിലും AD 73 ക്രിസ്തുമത വ്യാപന കാലത്തും ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. AD 136 റോമൻ ചക്രവർത്തി ഹഡ്രിയാന്റെ നേതൃത്വത്തിലും ജൂതരെ പീഡിപ്പിച്ചത് മുസ്ലിമീങ്ങളല്ല, ക്രിസ്ത്യാനികളാണ്. അക്കാലത്ത് 4 ലക്ഷത്തോളം ജൂതരെ കൊന്നൊടുക്കി എന്നാണ് ചില കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. AD 629 കിഴക്കൻ റോമ അഥവാ ബൈസന്റൈൻ 1.5 ലക്ഷം ജൂതരെ ജെറുസലേമിൽ നിന്നും ഗലീലിയയിൽ നിന്നും പുറത്താക്കി. AD 700 മുതൽ 1250 വരെ യൂറോപ്പിൽ അതികഠിനമായി ജൂതരെ പീഡിപ്പിച്ചത് ക്രിസ്ത്യാനികളാണ്, മുസ്ലിം ഭീകരവാദികളല്ല. 1099 കുരിശ് യുദ്ധത്തിൽ 10,000 ജൂതരെ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമായി കൊന്നൊടുക്കിയത് കുരിശ് യുദ്ധക്കാരാണ്. 1187 സലാഹുദ്ദീൻ അയ്യൂബി ജെറുസലേം കീഴടക്കിയപ്പോൾ ആണ് ജൂതർക്ക് കൂടുതൽ അവസരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായത്. 1275 ഇംഗ്ലണ്ടിൽ നിന്നും അതുപോലെ 1306 മുതൽ 1394 വരെയുള്ള കാലഘട്ടത്തിൽ ഫ്രാൻസിൽ നിന്നും ജൂതന്മാർ ക്രൂരമായി പുറത്താക്കപ്പെട്ടു, പടിയിറക്കപ്പെട്ടു. പിന്നിൽ മുസ്ലിമീങ്ങളായിരുന്നില്ല. 1493 സിസിലിയിൽ നിന്ന്
1496 പോർച്ചുഗൽ, ജർമ്മൻ നഗരങ്ങളിൽ നിന്നെല്ലാം ജൂതന്മാർ കുടിയൊഴിപ്പിക്കപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. 1200 കൊല്ലക്കാലം ജെറുസലേം ഭരിച്ച മുസ്ലിമീങ്ങൾ ഇന്നത്തെ ഇസ്രയേൽ അമേരിക്കൻ ഭീകരരുടെ പോലെ വംശീയോന്മൂലനം നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ചർച്ചയിലേക്ക് എത്തുന്ന വിധം ജൂതന്റെ പൊടി പോലും ലോകത്ത് കാണുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് തീവ്രവാദികളും ഭീകരവാദികളുമായിരുന്നത്? ക്രിസ്ത്യാനികൾ അല്ലേ? ചിലത് നമുക്ക് പറയേണ്ടി വരും. എല്ലാ ക്രിസ്ത്യാനികളുമാണെന്നല്ല, ചരിത്രത്തിൽ അതങ്ങനെയാണ് സംഭവിച്ചത്. ജൂതന്മാർക്കെതിരെ അതിഭീകരവും കിരാതവുമായ ജൂത സമൂഹത്തിനെതിരെ മനുഷ്യ മനസ്സാക്ഷ്യം മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകര കിരാത ഉന്മൂലന നയങ്ങൾ, ആക്രമണങ്ങൾ ക്രിസ്ത്യൻ ഭാഗത്ത് നിന്ന് അടിച്ചേൽപ്പിക്കുന്നതിന് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ കാരണങ്ങൾ? ക്രിസ്ത്യാനികളുടെ ദൈവവും ആരാധനാപാത്രവുമായ യേശുവിനെ ജാരസന്താനം എന്ന് വിളിച്ചതും, അമ്മയെ പിഴച്ചുപറ്റവളെന്ന് ആരോപിച്ചതും, മറിയമിനെ പിഴച്ചുപറ്റവളെന്ന് ആരോപിച്ചതും, ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം മുൾക്കിരീടം ചാർത്തി കുരിശിലേറ്റ് കൊന്നതും, ക്രിസ്ത്യാനികൾ യഹൂദരായിരുന്നത് കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അവരോട് തീർത്താൽ തീരാത്ത പക മനസ്സിൽ പൊട്ടിമുളയ്ക്കാൻ ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് കാരണമായി. അക്കാരണത്താലാണ് ലോകത്താകമാനം ക്രിസ്ത്യാനികൾ ജൂതന്മാരെ ആക്രമിച്ചതും പുറന്തള്ളിയതും. ഇന്ന് വാദിക്കുന്നത് പോലെ ദൈവത്താൽ ജൂതന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമി അവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ ക്രിസ്ത്യാനികളായിട്ടുള്ള, പ്രത്യേകിച്ച് സയനിസ്റ്റ് ക്രിസ്ത്യാനികൾ അതിന് ശ്രമിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് അധികാരമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നും അന്ന് ഈ ബൈബിൾ വചനങ്ങളൊക്കെ എവിടെ പോയിരുന്നുവെന്നും നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, മുസ്ലിമീങ്ങൾ പക്ഷേ എബ്രഹാം സന്തതികളിലെ ക്രിസ്ത്യാനികളെ പോലെ അല്ല. അവർക്ക് ജൂതരോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടോ ഒരു അസഹിഷ്ണുതയിലാർന്ന മതപരമായ ഭൗതികമായുടെ അസ്തിത്വങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിലുള്ള പകയൊന്നുമില്ല. എന്താണ് കാരണം? മുസ്ലിമീങ്ങൾ അബ്രഹാം സന്തതികളിലെ വിശ്വാസികളെയും യേശു വരെയുള്ള മുഴുവൻ നബിമാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് അസഹിഷ്ണുക്കളും ഭീകരരുമാകാൻ കഴിയില്ല. അത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഷഡ്ഭുജ മൂലങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യം അങ്ങനെയല്ല. ജൂതർ യേശുവിനെ തള്ളി പറഞ്ഞത് നമ്മൾ പറഞ്ഞുവല്ലോ. ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തള്ളിപ്പറഞ്ഞു. വിദ്വേഷമാണ് തീവ്ര ഭീകര നയങ്ങൾക്ക് കാരണമെങ്കിൽ ആ വിദ്വേഷം ഈ രണ്ട് വിഭാഗങ്ങളിലുമാണ് നിലനിൽക്കുന്നത്. ഇസ്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാ പ്രവാചകന്മാരെയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത്. വളരെ വിരോധാഭാസവും അത്ഭുതകരവുമാണ് 1881 മുതലുള്ള കാര്യങ്ങൾ. ജൂതരുടെ ഏകീകരണവും ജൂതരാഷ്ട്ര സ്ഥാപനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തിയോഡർ ഹെസ്സലിന്റെ 1887 സിയോണിസ്റ്റ് സ്ഥാപനം മുതൽ, സിയോണിസത്തിന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനം മുതൽ ആ സ്ഥാപകരെ പോലും യഹൂദരെ പോലും ഞെട്ടിച്ചുകൊണ്ട് പഴയ വിരോധികൾക്ക്, തങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവർക്കും പിന്തുണ നൽകുന്ന അഥവാ ക്രിസ്ത്യാനികൾ പഴയ വിരോധികളായ ജൂതന്മാർക്ക്, തങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട ജൂതന്മാർക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയെയും ബ്രിട്ടനെയുമാണ് അന്നു മുതൽ 1881 മുതൽ ഇന്നുവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കളംമാറ്റത്തിലേക്ക്, ഒരു ചുവടുമാറ്റത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്? അവർക്ക് ഇങ്ങനെ മാറേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഒന്ന് മാത്രമാണ്. ഇസ്ലാം എന്ന അതിവേഗം വികസിക്കുന്ന, പടരുന്ന, തങ്ങൾക്ക് ഭീഷണിയാക്കാവുന്ന ബദലിനെ കുറിച്ചുള്ള ഭയം. ഇസ്ലാം സംവദിക്കുന്നത് മനുഷ്യന്റെ ധിഷണയോടാണല്ലോ. പാശ്ചാത്യ ലോകത്ത് സ്വന്തം ജനതയുടെ മസ്തിഷ്കം തകർക്കാൻ ഭരണാധികാരികൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് പകരം അവർ ചെയ്യുന്നത്
മുസ്ലിം വംശീയ ഉന്മൂലനം എന്ന ഭീകരതയാണ്. അതിന് 1900-കളിൽ സ്വതന്ത്ര രാജ്യമായി രൂപപ്പെടാത്തതും വിശ്വാസവും ഭൂമിശാസ്ത്രവും പാരമ്പര്യവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ ഒരു ഭൂമിയിൽ അഥവാ പലസ്തീൻ പ്രദേശത്ത് ലോകത്ത് വംശീയതയുടെ പേരിൽ മറ്റുള്ളവരെ മനുഷ്യരായി പോലും കാണാത്ത കുടിലതകളുടെ കൂടാരമായ ജൂതനെ കൂടിയിരുത്തി അവർക്ക് ഇസ്ലാമിന്റെ വ്യാപനത്തിനെതിരെയുള്ള പണി തുടങ്ങണമായിരുന്നു. യഥാർത്ഥത്തിൽ അവരത് തുടങ്ങുകയും അത് തുടർന്ന് ഇന്നുവരെ നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ്. അതാണ് ഭീകരത. എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കപ്പെട്ട് അഭയം നൽകാൻ ആളില്ലാതെ പേടിയില്ലാതെ മരണം മുന്നിൽ കാണുന്നവന്റെ എലിവാണവും കല്ലേറുമല്ല ഭീകരത എന്ന് പറയുന്നത്. അമേരിക്കയും ബ്രിട്ടനും UN ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഈ ഭീകര രാഷ്ട്ര സ്ഥാപനത്തെ കുറിച്ച് അന്നു മുതൽ ഇന്ന് വരെ തുടരുന്ന കൂട്ടക്കശാപ്പിനെ കുറിച്ചും ബോംബ് വർഷത്തെക്കുറിച്ചും പ്രതികരിക്കാതെ അന്താരാഷ്ട്ര സമൂഹം പിറന്ന നാട്ടിൽ ഒന്നുമില്ലാതെ കല്ലുകൊണ്ട് ചെറുത്തു നിൽക്കുന്നവനെയാണ് ഭീകരവാദിയാക്കുന്നത്. എന്താണ് ഇവർ പറയുന്നത്? ഒരതിർത്തിയും മാനിക്കാതെ പിടിച്ചടക്കിക്കൊണ്ടേയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും മുഴുവൻ മാറിക്കൊടുത്ത് നിശബ്ദരാകണമെന്നോ? ഫലസ്തീനികൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഫലം കാണാത്ത മരണം പെയ്തിറങ്ങുന്ന ചെറുത്തുനിൽപ്പാണ് തങ്ങളുടേതെങ്കിൽ പോലും വരും തലമുറകൾക്കായി ഈ അനീതിക്കും ഭീകരതയ്ക്കുമെതിരെ തങ്ങൾക്ക് പോരാടിയേ മതിയാകൂ. തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട തങ്ങളുടെ ധർമ്മവും ബാധ്യതയുമാണത്, നീതിയാണത്. ആ ചെറുത്തുനിൽപ്പിന്റെ സംഘങ്ങളുടെ നയങ്ങളും നിലപാടുകളും ഒരുപക്ഷെ അതിൽ വൈകല്യങ്ങൾ ഉണ്ടായേക്കാം. അത് ചർച്ചയാക്കേണ്ടുന്ന, അതിന്റെ പേരിൽ ഈ ലോകത്ത് തുല്യതയില്ലാത്ത ഭീകരതയ്ക്കെതിരെയും ഈ പാവപ്പെട്ടവരുടെ അനുകൂലമായിട്ടും ഒരു വാക്ക് സംസാരിക്കുന്നതിന് നാം മടിക്കേണ്ട സമയമല്ല ഇത്. അതൊന്നും ചർച്ചയാക്കേണ്ട സമയമല്ല ഇത്. ഉദാഹരണമായി പറഞ്ഞാൽ, രണ്ടാം പിണറായി സർക്കാരിനെ കേരള ജനത തെരഞ്ഞെടുത്തു. വളരെ മൃഗീയമായ ഭൂരിപക്ഷം കൊണ്ട് തെരഞ്ഞെടുത്തു. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ സർക്കാരിനെതിരെ ചൂണ്ടപ്പെട്ടിരുന്ന അഴിമതി ആരോപണങ്ങളുടെയും കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പിന്തുണയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുമോ? കഴിയില്ല. മറിച്ച് അവിടെയെല്ലാം സംഭവിച്ചത് എന്താണ്? അതെല്ലാം ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പോൾ ഈ നിർണായക സമയത്ത് ആളുകളുടെ കാഴ്ചപ്പാടുകൾ പോലെ പ്രതിസന്ധികളിൽ തുണയാകുന്ന ഒരു ഭരണകൂടം വേണം എന്നവർ ചിന്തിച്ചു. അതുപോലെയേ ഇവിടെയുമുള്ളൂ. ഫലസ്തീനികളുടെ ദൈന്യതയ്ക്കും സങ്കടത്തിനും പീഡനത്തിനും ഒപ്പം സങ്കടപ്പെടാനും ഭീകരരാഷ്ട്രത്തിനെതിരെ മനസ്സുകൊണ്ട് ഐക്യപ്പെടാനും ശ്രമിക്കുക. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചർച്ച ചെയ്യേണ്ടതല്ല. സയനിസ്റ്റ് ഭീകര കയ്യേറ്റത്തിന് പറയപ്പെടുന്ന ചില തൊടുന്യായങ്ങളുണ്ട്. ഫലസ്തീൻ ദൈവം യഹൂദർക്ക് നൽകിയ വാഗ്ദത്ത ഭൂമിയാണ് അത് എന്നാണ് ഒന്ന്. ഭീകരതയ്ക്ക് മതമാനം കാണാനുള്ള ശ്രമമാണിവിടെ. ആദ്യമേ തന്നെ പറയാനുള്ളത്, അത്തരം ഒരു വാഗ്ദാനം അങ്ങനെ തന്നെ ഉണ്ട് എന്നിരിക്കട്ടെ, ഇല്ല എന്ന് നമുക്ക് വഴിയെ പറയാം. അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു ജനത ആയിരത്താണ്ടായി വസിച്ചു വരുന്ന ഒരു ദേശത്ത് നിന്ന് എല്ലാവിധ ഭീകരാക്രമണങ്ങളോടെയും അവരെ പുറത്താക്കി കയറാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അവർ ദിവ്യമെന്ന് വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളിലെ ഏതാനും വരികൾ ഉയർത്തിക്കാണിച്ച് അതിന് ന്യായം ചമയ്ക്കാൻ സാധിക്കുമോ? ഒരിക്കലും ലോകത്തിന്റെ മുമ്പിൽ അതൊരു ന്യായമല്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മതങ്ങളെ മുഴുവൻ അന്ധവിശ്വാസമായി കാണുന്ന ശാസ്ത്രവാദികൾ പോലും അവരുടെ ഈ കയ്യേറ്റ ഭീകരതയുടെ മതമാനത്തിനെതിരെ പ്രതികരിക്കാതെ മൗനം ദീക്ഷിച്ച് ഇസ്ലാം വിരോധം പുറത്തെടുത്ത് ഇസ്രായേൽ പക്ഷം പിടിച്ച് മതവിരോധികൾ അവരുടെ കോളാമ്പികളിൽ വിസർജിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഈ വാഗ്ദാനം എന്നാണ് നാം നോക്കേണ്ടത്.
ബൈബിളിൽ ഏകദേശം 50ഓളം സ്ഥലങ്ങളിൽ നിരന്നു കിടക്കുന്ന വാഗ്ദാനമുണ്ട്. അത് യഹൂദന്മാർക്കായിട്ടുള്ള ഒരു വാഗ്ദാനമല്ല, അബ്രഹാം സന്തതികളാൽക്കായിട്ടുള്ള വാഗ്ദാനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 24-ാം അധ്യായം 7 നിന്ന് ഉദാഹരണമായി ഉദ്ധരിക്കാം. അനേകം ഉദ്ധരണികളുണ്ട്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. അനേകം വചനങ്ങളിൽ ഒരു വചനമാണിത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം സന്തതികളിൽ ജനിതക ബന്ധം വെച്ചാണെങ്കിൽ യഹൂദർ മാത്രമേ ഉള്ളൂ? ക്രിസ്ത്യാനികളും അറബികളും മുസ്ലിമീങ്ങളും ഇവരല്ലാത്ത പലരുമില്ലേ? അവർക്കെല്ലാം ഈ വാദപ്രകാരം അബ്രഹാം സന്തതികൾ എന്നുള്ള നിലയിൽ ഭൂമി അവകാശപ്പെട്ടതല്ലേ? അല്ല. ദൈവാധ്യാപനങ്ങളുടെ സ്വീകാര്യത ഈ വാഗ്ദത്ത ഭൂമി ലഭിക്കുന്നതിന് ഒരു ഉപാധിയായി വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ കാഴ്ചപ്പാടിൽ തന്നെ ജൂതർ വ്യവസ്ഥ ലംഘിച്ചതിനാൽ പുറത്തുപോയവരല്ലേ അബ്രഹാം സന്തതികളിൽ നിന്ന്? യേശു വന്നപ്പോൾ യേശുവിന്റെ ദൈവാധ്യാപനങ്ങളെ സ്വീകരിച്ചവരല്ലല്ലോ. മുസ്ലിം കാഴ്ചപ്പാടിൽ ക്രിസ്ത്യാനികളും പുറത്തുപോയവരാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ അവരും ദൈവാധ്യാപനങ്ങളിൽ നിന്ന് വിട്ടുനിന്നവരാണ്. ദൈവിക സന്ദേശം ഏത് എന്ന തർക്കത്തിലേക്ക് ഈ സന്ദർഭത്തിൽ പോകാതെ നിലനിർത്തിയാൽ തന്നെ, ഈ വാദം നിലനിർത്തിയാൽ തന്നെ അബ്രഹാമിന്റെ ജനിതക ബന്ധത്തിലെ പരമ്പരകൾ മുഴുവൻ ഈ വാഗ്ദത്ത പ്രദേശത്തിന് അവകാശികളാണെന്ന് വരും. എന്നിട്ട് ജൂതരെ മാത്രം നിലനിർത്തി ഏറ്റവും ഓർത്തഡോക്സായ ന്യൂനപക്ഷം ജൂതരെയും ഫലസ്തീനിലെ ക്രിസ്ത്യാനികളെയും പോലും മുസ്ലിമീങ്ങൾക്കൊപ്പം പുറത്താക്കുന്നത് എന്തിന്? ഇതല്ലേ യഥാർത്ഥ ഭീകരത. ഇനി അടുത്തതായി, ഈ വാഗ്ദത്ത ഭൂമിയുടെ ഈ വാഗ്ദാനം ജനിതക പാരമ്പര്യം വെച്ച് മാത്രം പോലും പരിഗണിക്കേണ്ടതല്ല, അത് സ്വാഭാവികമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബൈബിൾ പ്രകാരം തന്നെ മനസ്സിലാക്കാനുള്ളത്. നിയമാവർത്തനം 30-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്രകാരമാണത്: ഇന്നു ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ 17-ാം വചനം: ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തു ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ ദൈവികാധ്യാപനങ്ങളെ പിന്തള്ളിയാൽ വാഗ്ദത്ത പ്രദേശത്തിന് അർഹരല്ല എന്നാണ് ബൈബിൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നാം ശ്രദ്ധിച്ചാൽ യേശു പറയുന്നത് കാണാം. യോഹന്നാന്റെ സുവിശേഷം യേശു പറയുന്നത് കാണാം. അവർ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. ജൂതന്മാർ പറയുന്നതിനെ കുറിച്ചാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നു കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. അഥവാ അബ്രഹാമിന്റെ മക്കൾ പരമ്പരയുടെ ബന്ധം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലമേ മക്കൾ എന്ന് പറയാൻ കഴിയൂ, അബ്രഹാമിന്റെ സന്തതികൾ എന്ന് വിശേഷിപ്പിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ അബ്രഹാം സന്തതികളല്ല, പിശാചിന്റെ സന്തതികളാണെന്ന് യേശു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 39 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ സന്താനങ്ങളെ സംരക്ഷിക്കാമെന്ന അള്ളാഹുവിന്റെ തന്റെ അഹലിനെ സംരക്ഷിക്കാമെന്ന വാഗ്ദാനം തന്റെ മകൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പ്രളയത്തിൽ മുങ്ങി ഒടുങ്ങിയപ്പോൾ, പടച്ചവനെ എന്റെ മകനല്ലേ അത് എന്ന് ചോദിച്ചപ്പോൾ
വിശ്വസിക്കാത്തവൻ അഹ്ലുകാരനായി, കുടുംബക്കാരായി, മകനായി തന്നെ പരിഗണിക്കാൻ കഴിയില്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക് എന്ന് പറഞ്ഞതിന് തുല്യമാണിത്. ഉപാധികൾക്ക് വിധേയമാണ് ഈ പാരമ്പര്യത്തിന്റെ അവകാശം. അത് ബൈബിൾ വളരെ സ്പഷ്ടമായി, യേശു വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. നിങ്ങൾ പിശാചിൽ നിന്നുള്ളവരാണ്. അതായത് അബ്രഹാമിന്റെ മക്കൾ എന്ന വിശേഷണം പോലും ലഭിക്കണമെങ്കിൽ യേശുവിനെ അംഗീകരിക്കണം. യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന യഹൂദർ അതിനർഹരല്ലാത്ത പിശാചുക്കളാണെന്നും യേശു പറയുമ്പോൾ, ബൈബിളിൽ ഉടനീളം ജൂതഗോത്രങ്ങളെയും നാടുകളെയും പേരെടുത്തു ശപിച്ച് നാശം വിധിച്ച് ശപിച്ച യേശുവിനെയും അവന്റെ അധ്യാപനങ്ങളെയും ജൂത ഭീകരതയ്ക്ക് കൂട്ടുനിന്ന് തള്ളിക്കളയുകയാണ് പുതിയ ലോകത്തെ ബൈബിൾ വിശ്വാസികളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ക്രൈസ്തവ സയനിസ്റ്റുകൾ എന്നത് അത്ഭുതകരമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊന്നുകൂടി പരിശോധിക്കാം. അബ്രഹാം സന്തതികൾ എന്ന ഊറ്റത്തിൽ കാര്യമില്ലെന്നും ദൈവത്തെ അനുസരിക്കാത്തതിനാൽ എല്ലാ വാഗ്ദാനങ്ങളും അവസാനിച്ചിരിക്കുന്നുവെന്നും യോഹന്നാൻ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 7-ാം വചനം മുതൽ നമുക്ക് വായിക്കാം. യോഹന്നാൻ പറയുന്നു, അവനാൽ സ്നാനം ഏൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്നത് ആരാണിനി? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷത്തിന് ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം മുഴുവൻ വെട്ടി തീയിലിട്ട് കളയുന്നു. ഇവരീ പറയുന്ന വാഗ്ദത്ത ഭൂമിയുടെ വാഗ്ദാനങ്ങളും സംഗതികളുമെല്ലാം കോടാലി വെച്ച് വെട്ടി നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിളിന്റെ ഭാഷയിൽ സർപ്പസന്തതികൾ എന്ന് വിളിക്കപ്പെട്ടവരാണിവർ. അവരല്ലേ വിഷവാഹകരായ ഭീകരവാദികൾ? ഇത് നാം പറയുന്നത് ബൈബിൾ വെച്ചാണ്. അവർക്ക് കൂട്ടുനിൽക്കുന്നവരും ബൈബിളിനെ ധിക്കരിക്കുന്ന ഭീകര വിഷജന്തുക്കളല്ലേ ബൈബിളിന്റെ ഭാഷയിൽ? സുഹൃത്തുക്കളെ, ഒരു നിഷ്പക്ഷ മനസ്സിന് അത്ഭുതം തോന്നുന്നുണ്ടാകും, ഈ ഇരു കൂട്ടരും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇത്ര ക്രൂരന്മാരും ഭീകരരും ആകുന്നത് എന്ന്. തോറയിൽ തിരികെ കയറ്റിയ വരികളും ദുർവ്യാഖ്യാനങ്ങളും പോരാഞ്ഞിട്ടാണ് ഹെർഡിയൻ ചക്രവർത്തിയാൽ തോൽപ്പിക്കപ്പെട്ട് നാട് കടത്തപ്പെട്ടപ്പോൾ AD 2 ബാബിലോണിയയിൽ നിന്ന് ജൂതന്മാർ തൽമൂദ് എഴുതിയുണ്ടാക്കിയത്. അതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിലിരിപ്പ് പ്രതിഫലിപ്പിക്കാൻ മാത്രം, അവരുടെ സങ്കല്പങ്ങളെയും അവരുടെ ലക്ഷ്യങ്ങളെയും മനസ്സിലിരിപ്പും ക്രൂരതകളും പ്രതിഫലിപ്പിക്കാൻ മാത്രമുള്ള പ്രത്യയശാസ്ത്രപരമായ, വൈകാരികമായ, അതിതീവ്രമായ മനുഷ്യവിരോധത്തിലടങ്ങിയ വരികൾ എത്ര വ്യാഖ്യാനിച്ചിട്ടും തോറയിൽ കാണാതെ വന്നതുകൊണ്ടാണ് തൽമൂദ AD 2 എഴുതിയുണ്ടാക്കിയത്. തൽമൂദയും തോറ വ്യാഖ്യാനങ്ങളും അനുസരിച്ച് ദൈവത്തിന്റെ അംശം പേറുന്ന യഥാർത്ഥ മനുഷ്യർ യഹൂദന്മാർ മാത്രമാണ്. ഈ ലോകവും അതിലുള്ളതെല്ലാം യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ്. അതിന്റെ ആധിപത്യം അവരിൽ മാത്രം നിക്ഷിപ്തമാണ്. ജൂതരല്ലാത്ത ആരെയും കൊല്ലാൻ ഒരു ന്യായവും വേണ്ട. അത് ദൈവം തൃപ്തിപ്പെടുന്ന സത്കർമ്മമാണ്. മറ്റു മനുഷ്യർ കഴുതകളെ പോലെയാണ്. മനുഷ്യരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കഴുതകളായിരുന്നിട്ടും മനുഷ്യരൂപത്തിൽ മറ്റുള്ളവർ സൃഷ്ടിക്കപ്പെട്ടത് യഹൂദരുടെ സേവനത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് യഹൂദന്റെ അടുക്കളയിലും അകത്തളങ്ങളിലും മതപാഠശാലകളിലും തൽമൂദയുടെ അധ്യാപനങ്ങളായി കുരുന്നുകളെപ്പോലും പഠിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം എങ്ങനെ മാനവികതയിലേക്ക് വരും? എങ്ങനെ ഭീകരവാദികളാകാതെ അവർ മനുഷ്യന്മാരായി മാറും? മറ്റാരുടെയും സംസ്കാരങ്ങളും ശീലങ്ങളും കടന്നു കയറാതെയും കൂടുതൽ ലോകസഞ്ചാരം നടത്തി മാനവികത കയറന്നു വരാതെയും കൈവരാതെയും വംശീയതയുടെയും വർഗീയതയുടെയും തുരുത്തിൽ അടച്ചിടപ്പെട്ടവരാണ് ജൂതർ. വർഗമിശ്രം നടത്തിയവരെയും കറുത്ത ജൂതരെയും അവർ അവരുടെ കൊള്ള രാജ്യത്തേക്ക് കടത്തിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മട്ടാഞ്ചേരിയിലെ സിനഗോഗിൽ പോലും
വംശമിശ്രണം നടന്നുപോയ കറുത്ത ജൂതന്മാർക്ക് പ്രവേശനം നിഷേധിച്ചവരാണവർ. മാനവികത തൊട്ടു തീണ്ടാത്ത ഭീകരർ. തങ്ങൾ ഹിറ്റ്ലറിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളും ഹിറ്റ്ലർ സൂക്ഷിച്ച ആര്യവംശ ശുദ്ധി എന്ന വർഗീയതയും മറ്റൊരു തരത്തിൽ ഇവർ പീഡകരായി മാറിയപ്പോൾ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം അധ്യാപനങ്ങൾക്കുതകും വിധം ചില ബിബ്ലിക്കൽ അടിത്തറകൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നും അത്ഭുതമായി തോന്നുകയാണ്. ബൈബിളിന്റെ അധ്യാപനങ്ങൾ അതിന് ഉതകുന്ന വിധത്തിൽ, ഭീകരതയ്ക്കുതകുന്ന വിധത്തിലുള്ള ഭീകരതയുടെ പാഠങ്ങൾ അത് കടത്തിക്കൂട്ടിയതാകാം, പ്രത്യേക ലക്ഷ്യം വെച്ച് എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുകയാണ്. യോശുവ പ്രവാചകന്റെ യുദ്ധങ്ങളെ കുറിച്ചുള്ള പഴയ നിയമ പാഠങ്ങൾ അത് ഭീകരതയുടെ ഏറ്റവും വലിയ പാഠശാലയാണ്. മനുഷ്യ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത വിധം 100ഓളം കൂട്ടക്കൊലകളിൽ 10,000-ങ്ങളെ കൊന്നും ചുട്ടും, ഗർഭിണികളുടെ വയർ കുത്തിപ്പിളർത്തിയും കുഞ്ഞുങ്ങളെ ചുട്ടരിച്ചും, നാൽക്കാലുകളെ പോലും തീയിട്ടും, നാട് മുഴുവൻ ചുട്ടരിച്ചും രണതാണ്ഡവമാടിയ ഒരു ഭീകരനായിട്ടാണ് ജോഷുവ പ്രവാചകനെ പഴയ നിയമം പരിചയപ്പെടുത്തുന്നത്. അഥവാ ബഹുമാനപ്പെട്ട യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ്, ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഈ യോശുവ പ്രവാചകൻ അതിഭീകരനും ക്രൂരനും മാനവികതയുടെയും സമാധാനത്തിന്റെയും അന്ധകനുമായിട്ടാണ് എങ്ങനെയൊക്കെയോ ബൈബിളിൽ ജോഷുവ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മതപരമായി തന്നെ ഭീകരത ഇവർക്ക് ഇരു കൂട്ടർക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്വഭാവമായി പോയി. ഇത്തരം ഒരു സംസാരത്തിൽ ഉദ്ധരിക്കാൻ സമയപരിമിതികൾ ഉള്ളതിനാൽ ബൈബിളിൽ നിരന്നു പരന്നു കിടക്കുന്ന ഈ അതിക്രൂരമായ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്ന, ചുട്ടുചാമ്പലാക്കുന്ന വാൾത്തലപ്പിന്റെ ചോരക്കൊതി തീർത്ത 100 കണക്കിന് കഥകൾ അന്വേഷിക്കാൻ ശ്രോതാക്കളെ അവരോട് താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും വാഗ്ദത്ത ഭൂമിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചുവല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും യേശു ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരു സുന്ദര നാടിന്റെ പ്രവചിത സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പരമ്പരാഗതമായി കൈമാറപ്പെട്ട ഒരു വാഗ്ദത്ത ഭൂമിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവരുടെ മനസ്സിൽ, യേശുവിന്റെ കാലത്തും യേശു ശിഷ്യന്മാരുടെ മനസ്സിൽ, അതവർ യേശുവിനോട് ചോദിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തിന്റെ പരിസമാപ്തിയിൽ പറയാൻ ശ്രമിക്കാം. ഫലസ്തീനിന്റെ പരിമിത വൃത്തത്തിൽ ഒതുങ്ങുന്ന, പരകോടിയിലെത്തിയ അടിസ്ഥാനപരമായ ജൂത ഭീകരതയെ കുറിച്ചാണ് നാം ഇതുവരെ പറഞ്ഞു വന്നത്. പക്ഷേ ആ ഭീകരതയെയും കവച്ചു വെക്കുന്ന ബിബ്ലിക്കൻ ഭീകരതകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജൂതരാഷ്ട്രത്തിന്റെയും സിയോണിസത്തിന്റെയും ക്രൈസ്തവ സയണിസത്തിന്റെയും ഭീകരത തൽക്കാലം ഒരു ഫലസ്തീൻ എന്ന തുണ്ട് പിടിച്ചടക്കി അവിടുത്തെ ജനങ്ങളെ പുറത്താക്കിയെടുത്ത് നിൽക്കുന്നതല്ല. ആണെങ്കിൽ പോലും അവിടം കൊണ്ട് തീരുമെന്ന് സമാധാനിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ആരാണ് ഭീകരവാദികൾ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ. അബ്രഹാം സഞ്ചരിച്ച നാട് മുഴുവൻ, യൂഫ്രട്ടീസിന്റെ തീരം മുതൽ മുഴു സിറിയയും ലബനോനും ഈജിപ്തിന്റെ സിനായി പ്രവിശ്യയും കൈറോയും അടങ്ങുന്ന ഭാഗങ്ങളും ഇറാഖിന്റെ ഏതാനും ഭാഗവും സൗദിയുടെ മക്കയും മദീനയും അടങ്ങുന്ന ഭാഗങ്ങളും ചേർന്ന യെറുസലേം തലസ്ഥാനമായ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയാണ് സിയോണിസത്തിനും കൂട്ടാളികളായ ക്രൈസ്തവ സിയോണിസ്റ്റുകൾക്കുമുള്ളത്. തങ്ങളുടെ വേദഗ്രന്ഥത്തെയും ദൈവത്തിനെതിരെയുള്ള തെറിവിളികളെയും യേശുവിന്റെ ജൂതശാപത്തെയും എല്ലാം തള്ളി ഇസ്ലാമോഫോബിയയിൽ ക്രൈസ്തവ സൈനിസം രൂപപ്പെടുത്തി ഒരു 3ാം ലോക മഹായുദ്ധത്തിനും സംഘട്ടനത്തിനും വഴിവെക്കുമാറ് കളമൊരുക്കുകയാണ് ഈ വിഷജന്തുക്കൾ, ഈ തീവ്രവാദികൾ, ഈ ഭീകരവാദികൾ. മുമ്പ് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഇവരുടെ ഈ വിശാല ഇസ്രായേൽ പദ്ധതി, ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്ട്, ആ പ്രോജക്റ്റും അതിന്റെ മാപ്പും എല്ലാം
ഇന്ന് എല്ലാവർക്കും ലഭ്യമാകും വിധം സോഷ്യൽ മീഡിയയിൽ പരസ്യമാണ്. ഇസ്രായേലിന്റെ നാണയത്തിൽ പോലും ഇതിന്റെ മാപ്പിന്റെ ലേഖനമുണ്ട്, മാപ്പ് ലിഖിതം ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ ഭീകര പദ്ധതിയിലേക്ക് രണ്ട് ആജന്മ ശത്രുക്കൾ തോളുരുമി നടന്നെടുക്കുന്നതും ചില ബിബ്ലിക്കൽ മിത്തുകളെ ആധാരമാക്കിയാണ്. ഇതിനെല്ലാം ഇവർ അവരുടെ മതപരമായ മാനങ്ങൾ തേടുന്നുണ്ട്. മുമ്പ് സൂചിപ്പിച്ച പോലെ ലോകാവസാനത്തിന് തൊട്ടു മുമ്പ് സ്ഥാപിക്കപ്പെടുന്ന ഒരു ദൈവരാജ്യത്തിന്റെ പ്രവചനച്ചീളുകളെ കുറിച്ചുള്ള ധാരണാപിശകുകളാണ് ഇവരെ ഇത്തരമൊരു വിശാല ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിലേക്ക് തോളുരുമി ഈ രണ്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങളും നയിക്കാൻ താല്പര്യപ്പെടുന്നത്. നമുക്കത് നോക്കാം. എവിടെയാണ് ഇവർക്ക് ഈ മിത്തുകൾ സംഭവിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 28-29 വചനങ്ങളിലേക്ക് കടന്നു പോകാം. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും. ഇവിടെ പറയുന്നത് ജൂതന്മാര് മുഴുവനായും പുറന്തള്ളപ്പെട്ടു. ഇത് ബൈബിൾ പറയുകയാണ്. അവർ പുറന്തള്ളപ്പെട്ടു പോകും. അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് ഉപാധിക്ക് വിധേയമായിരുന്നു. ദൈവഹിതം പാലിക്കാത്തത് കൊണ്ട് അവർക്കത് കുറ്റിയേറ്റ് പോയി. ആ മരം മുറിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് മുമ്പ് നമ്മൾ പറഞ്ഞതാണല്ലോ. ഇനി മറ്റൊന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ബഹിഷ്കൃതരായി പോകുമ്പോൾ നിങ്ങൾ പല്ലിറുമോ. പിന്നീട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് പലരും വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും. ഇതാണ് ഇന്നിപ്പോൾ ക്രൈസ്തവ സയനിസ്റ്റുകളുടെയും അതോടൊപ്പം ജൂതരുടെയും ഒരു സങ്കല്പം, സ്വപ്നം എന്ന് പറയുന്നത്. ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിന് ലോകമൊന്നടങ്കം നശിപ്പിക്കുമാറുള്ള ഒരു 3-ാം ലോക യുദ്ധത്തിലേക്ക് നയിക്കുമാറുള്ള ഭീകര പദ്ധതിയുമായി അവർ വന്നിട്ടുള്ളത്. ഈ ഒരു ദൈവരാജ്യം ഏതാണ്? ആരാണ് അഷ്ടദിക്കുകളിൽ നിന്ന് വരുന്നവർ എന്നും കൂടി നാം ഇത്തരുണത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ യഹൂദരും ക്രിസ്ത്യാനികളും ഒരുപോലെ മനസ്സിൽ മറച്ചുവെച്ച് പ്രതീക്ഷയിലാണ് അത് തങ്ങളായിരിക്കുമെന്ന്. ഈ അഷ്ടദിക്കുകളിൽ നിന്ന് വന്ന് ദൈവരാജ്യത്ത് വിരുന്നിരിക്കുന്നവർ തങ്ങളായിരിക്കുമെന്ന്. ജൂതന്മാർക്ക് ഇന്നത്തെ നിലയിൽ പരിമിതികളുണ്ട്. സ്വന്തം സംസ്കാരത്തിലേക്ക് ആളെ കൂട്ടാത്തവർക്ക് നാനാദിക്കുകളിൽ നിന്നും ആള് എത്തുന്നത് എങ്ങനെയാണ്? എങ്കിലും ഒരു വിധികർത്താവും വിജയവും അന്ത്യനാളിനടുത്ത് വരുമെന്ന് അവരും പ്രതീക്ഷിക്കുകയാണ്. ക്രിസ്ത്യാനികളാകട്ടെ തങ്ങളല്ലാതെ ആരും ഇങ്ങനെ നാനാഭാഗത്തു നിന്നും വരാനില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് എല്ലാം മറന്ന് ഈ ഭൂമിയുടെ നടുവിലെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഭീകര മഹാദുരന്തത്തിന് യഹൂദരെ കൂട്ടി കോപ്പുകൂട്ടി ലോകത്താകമാനം ഭീകരത വിതയ്ക്കുന്നത്. ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി നിലനിൽക്കുന്നതിനാലാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഓസ്ലോ പാക്ട് അനുസരിക്കാൻ കൂട്ടാക്കാതെ ടെമ്പിൾ മൗണ്ട് ബിലീവേഴ്സ് ഓർഗനൈസേഷൻ എന്ന മൊസാദിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അതിഭീകര സംഘത്തിന്റെ പിന്തുണയാൽ 1997 ഏരിയൽ ഷാരോൺ ടെമ്പിൾ മൗണ്ട് വിസിറ്റ് നടത്തിയത്. ഓസ്ലോ പാക്ടിൽ 1998 ഫലസ്തീനിന് രാജ്യം അംഗീകരിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു പ്രശ്നം സൃഷ്ടിക്കണം. അങ്ങനെ അംഗീകരിച്ചു കൊടുത്തു പോയാൽ വിശാല ഇസ്രായേൽ പദ്ധതിയിലേക്ക് ഇനി നടന്നെടുക്കാൻ പഴുതുകളില്ല. കാരണം പരിപാടി അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യയിലെ ബാബരി മസ്ജിദ് മാതൃകയാക്കി ശലോമോന്റെ ടെമ്പിൾ അത് തങ്ങളുടേതാണ്. അതിന്റെ ആ വിലാപ മതിൽ ഇതിന്റെ വൈകാരികതയിൽ പിടിച്ചുകൊണ്ട് ഒരു ടെമ്പിൾ മൗണ്ട് സന്ദർശനം നടത്തി തീവ്ര സംഘടനയായ ടെമ്പിൾ മൗണ്ട് ബിലീവേഴ്സ് ഓർഗനൈസേഷന്റെ പിന്തുണയോടുകൂടി മാർച്ച് നടത്തി പ്രകോപനം സൃഷ്ടിച്ച് ഓസ്ലോ പാക്ട് അങ്ങ് മുക്കിക്കളഞ്ഞു. ഫലസ്തീനിന്റെ കൊച്ചു തുണ്ട് രാജ്യം പോലും അംഗീകരിക്കാനുള്ള ആ ഉടമ്പടി മുക്കിക്കളയുകയുണ്ടായത്. അത് ഈ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി മനസ്സിൽ വെച്ചിട്ടാണ്. അതായത് ആ പദ്ധതി അവരുടെ ഈ ടെമ്പിൾ മൗണ്ട് സന്ദർശനം, ആ ടെമ്പിൾ മൗണ്ട് വൈകാരികത എന്ന് പറയുന്നത് ഇന്നത്തെ അക്സ പള്ളി മുഴുവൻ ശലോമോന്റെ ദേവാലയം എന്ന അവകാശവാദം ഉന്നയിച്ച് മുമ്പ് പറഞ്ഞതുപോലെ ബാബരി മസ്ജിദ് മോഡൽ തകർത്ത് ദേവാലയം പണിയാൻ ഖനനം നടത്തുകയാണ് അവരവിടെ ചെയ്യുന്നത്. ജൂത വംശീയ വെറിയെയും വർഗീയവാദത്തെയും ആളിക്കത്തിക്കാൻ, ഓസ്ലോ കരാർ ലംഘിക്കാനും തുടർന്ന് വിശാല ഇസ്രായേൽ പദ്ധതിയിലൂടെ
അമേരിക്കൻ സഹകരണത്തോടെ മുന്നേറുവാനുമാണ് ഇസ്രായേലിന്റെ പദ്ധതി. ഈ ഭീകരത ഉണ്ടാക്കി വെക്കാൻ പോകുന്ന നാശങ്ങൾ എന്തായിരിക്കുമെന്ന് മതം വെറുക്കുന്ന ലോകരാജ്യങ്ങൾ അടക്കം ചിന്തിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് ഒരു ലോക മഹായുദ്ധത്തിലേക്കും പുതിയ കാലത്തെ ഒരാളെ കൊണ്ടും പ്രവചിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത ദുരന്തത്തിലേക്കും ലോകത്തെ കൊണ്ടുപോയി എത്തിക്കില്ലേ? മതം അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ശാസ്ത്രമാത്ര പ്രണേതാക്കൾക്കും ഈ വിപത്ത് താങ്ങാൻ കഴിയുമോ? അതോ അവരെ ഈ വിപത്ത് ബാധിക്കുകയില്ലെന്നുണ്ടോ? അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ വിശാല ഭീകരതയ്ക്കെതിരെ പീഡിതർക്കൊപ്പം നിൽക്കണമെന്ന് നാം പറയുന്നത്. 1948 ഇസ്രായേൽ പ്രഖ്യാപനം അക്രമവും കൊള്ളയുമായിരുന്നു. ശരി, ഇരിക്കട്ടെ. യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും കാലം കഴിഞ്ഞ് ലോകം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധമില്ലാത്ത ഒരു രാഷ്ട്ര വ്യവസ്ഥയിലേക്ക് പേരിനെങ്കിലും വരികയും UN എന്ന് പറയുന്നത് പരിമിതികളുണ്ടെങ്കിലും മധ്യസ്ഥനാവുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആ അതിർത്തിയിൽ ഈ ജൂത ഭീകരർ അവരുടെ കൊള്ള രാഷ്ട്രത്തിന്റെ ആ അതിർത്തിയിൽ നിർത്തിയില്ല? അവിടെ നിന്നും പോകട്ടെ. ഓസ്ലോ കരാറിൽ പറഞ്ഞ വ്യവസ്ഥയും രാജ്യാതിർത്തിയും എങ്കിലും സ്ഥാപിച്ച് യുദ്ധം നിർത്താൻ എന്തുകൊണ്ട് ഇസ്രായേൽ തയ്യാറാകുന്നില്ല? പിന്നെയും പിന്നെയും കുടിയൊഴിപ്പിക്കലും കയ്യേറ്റവും കുടിയേറ്റവും തുടരുകയും 3 മതവിഭാഗങ്ങൾക്കും പ്രാധാന്യമുള്ള യെറുസലേം പട്ടണം ആ രൂപത്തിൽ നിലനിർത്തുന്നതിന് പകരം വിശാല ഇസ്രായേലിന്റെ, ഇവരുടെ പദ്ധതി അനുസരിച്ചുള്ള വിശാല ഇസ്രായേലിന്റെ തലസ്ഥാനമായി സങ്കല്പിച്ച് ആ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമായ ട്രംപിന്റെ ഒത്താശയോടെ ഇസ്രായേലിന്റെ ക്യാപിറ്റലാക്കുകയും അമേരിക്കൻ നയതന്ത്ര ഓഫീസുകൾ ജെറുസലേമിലേക്ക് മാറ്റുകയും ചെയ്തത് അക്രമമല്ലേ? ഇത്രയെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ, ഓസ്ലോ കരാർ അനുസരിച്ച് ഇപ്പറഞ്ഞ കാര്യങ്ങളെങ്കിലും ചെയ്യുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സമാധാനം പുലരുമായിരുന്നില്ലേ? നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് സഹിക്കുമായിരുന്നില്ലേ? പക്ഷേ യഹൂദർക്കും ക്രിസ്ത്യൻ സയനിസ്റ്റുകൾക്കും വിശാല ഇസ്രായേലും ദൈവരാജ്യവും സ്ഥാപിക്കണം. അതിന് അറബ് നാടുകൾ മക്കയും മദീനയും അടക്കം അവർക്ക് പിടിച്ചെടുക്കണം. ആ ഭീകര പദ്ധതി നിർത്താതെ തുടരണം. ഇതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത. അവരാണ് ഭീകരവാദികൾ. യഥാർത്ഥ ഭീകരത അതാണ്. എന്നാൽ ക്രൈസ്തവ സയനിസ്റ്റുകൾ ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ യേശുവിന് അധികാരമില്ലെന്നും അത് പറയേണ്ടവൻ വേറെയാണെന്നും യേശു തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6, 7, 8, 9 വചനങ്ങളിൽ യേശുവിന്റെ സ്വർഗാരോഹണ ഘട്ടം പറയുന്നിടത്ത് ഇങ്ങനെ വായിക്കാം. ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. യേശുവിന്റെ ശിഷ്യന്മാർ സ്വർഗാരോഹണത്തിന്റെ തൊട്ടു മുമ്പ് യേശുവിനോട് ചോദിക്കുകയാണ്. യേശു എന്താണ് മറുപടി പറഞ്ഞത്? വായിക്കാം. കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എങ്ങനെ? പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുസലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അങ്ങേയറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ബൈബിൾ പ്രകാരം തങ്ങൾ അറിയേണ്ടാത്തതും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാത്തതുമായ യേശുവിന്റെ പ്രബോധനത്തിൽ തന്റെ അനുയായികളോട് അവസാന സന്ദർഭത്തിൽ പോലും പറയാൻ ദൈവം അനുവദിക്കാത്തതുമായ ഒരു രാജ്യസങ്കല്പത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികൾ, ആ ഒരു രാജ്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ലോകം നശിപ്പിക്കുന്ന ആയുധങ്ങളോടെയും അധിനിവേശത്തോടെയും ക്രൈസ്തവ സയനിസ്റ്റുകൾ, എല്ലാ ക്രിസ്ത്യാനികളുമല്ല, പടയൊരുക്കം നടത്തുന്നതും അതിന്റെ ആമുഖമായി ഇസ്രായേൽ ഭീകരരാഷ്ട്രത്തെ കുടിയിരുത്തിയതും പിന്നീട് ഈ ഭീകരത ലോകത്താകമാനം ഈ ഭീകരവാദികൾ ഈ വിശാല ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ഇതല്ലേ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഭീകരത? ഇവർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് യേശു തന്നെ പറഞ്ഞു പോയ ഒരു ദൈവരാജ്യം, അവസാന നാളിന് മുമ്പുള്ള ഒരു സുമോഹന രാജ്യം, ഒരു സുമോഹന കാലഘട്ടം,
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിച്ചു തീർത്ത് തരിപ്പണമാക്കി അറയിൽ ആധാരവും എടുക്കുമ്പോഴാണ് അവർ കല്ലുകൊണ്ടെങ്കിലും പ്രതിരോധിക്കുന്നത്. പലയാവർത്തി നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇതാണ് ഇന്ന് ലോകത്തിന്റെ കണ്ണിലെ ഭീകരത. മേൽപ്പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറയാതെ പോയത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സയൻസിലു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഹക്കമൻ വ അദലൻ. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് അതിന് മുന്നോടിയായി വരുന്ന ദജ്ജാലിനെ കൊന്ന് തന്റെ അക്കാലത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഇമാം മഹദിയുമായി സന്ധിച്ച് ദജ്ജാലിനെ കൊന്ന ആ മഹദി ഇമാമിനെ തന്റെ നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തി, നേതൃസ്ഥാനത്ത് നിർത്തി. ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിൽ ഈ ഭീകരവാദികളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു സുന്ദരമായ അവസരം വരാനുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പറയുന്നു. ഇസ്ലാമിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ആ അവാന്തര വിഭാഗങ്ങൾക്കൊന്നിനും തർക്കമില്ലാത്ത ഒരു സംഗതിയാണിത്. ലോകാവസാനത്തിന്റെ മുന്നോടിയായി അതിഭീകരവും അതിദാരുണവുമായതും അതീവ സുന്ദരവും ധർമാധിഷ്ഠിതമായതുമായ രണ്ട് മസീഹുകളുടെ ആഗമനമുണ്ട്. രണ്ട് മസീഹുകൾ എന്നാണ് പറയുന്നത്. ഒന്ന് മസീഹു ദജ്ജാലാണ്. അത് ജൂത സയനിസ്റ്റ്, ക്രൈസ്തവ സയനിസ്റ്റ് ലോബിയുടെ അഭൗതികവും അഭൗമികവുമായ ഭീമാകാര ഭീകര സഹായിയാണ് അവൻ ലോകം വിറപ്പിക്കും. പിന്നെ വരുന്നത് ഇബ്രാഹിം നബിയുടെ മക്കളിൽ ഇസ്മാഈലി പരമ്പരയിൽ ഖുറൈശി ഗോത്രത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ള മഹ്ദിയും ഈസാ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമാണ്. ഈസാ നബിയാണ് ദൈവരാജ്യത്തിന്റെ വിധികർത്താവ്. തന്റെ പേരിൽ കെട്ടിപ്പൊക്കിയതെല്ലാം തകർത്ത്, തന്റെ പേരിലുള്ള കപട വിശ്വാസങ്ങളെയും കപട ഭക്ഷണത്തെയും തന്റെ പേരിലുള്ള അവകാശവാദങ്ങളെയും മുഴുവൻ തകർത്ത് തനിക്ക് മുമ്പ് ലോകത്ത് അധർമ്മത്തിന്റെ മുഴുവൻ ഭീകരതയുടെ മുഴുവൻ ഭീതി വിതച്ച സർവനാശകാരിയായ ദജ്ജാലിനെ ഈ ലോകത്ത് ഫലസ്തീനിൽ വെച്ച് തന്നെ ഇമാം മഹദിയുടെ സഹായത്തോടുകൂടി കൊന്നൊടുക്കി വിശ്വാസികൾക്ക് ആശ്വാസം പകരും. അന്നാണ് ഈ ലോക ഭീകരതയുടെ അന്ത്യമുണ്ടാകുന്നത്. അന്നാണ് മരത്തിന്റെയും കല്ലിന്റെയും പിന്നിൽ ഒളിച്ചിരുന്ന ലോകത്താകമാനം ഭീകരത വിതച്ച ഈ സിയോണിസ്റ്റ് കുഞ്ഞുങ്ങളെ കല്ലും മരവും നോക്കി വിളിച്ചു പറയുന്നത് ഹാദാ യഹൂദിയുൻ, ദാ എന്റെ പിറകിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു, കൊല്ലവനെ എന്ന് പറയുന്നത്. ഇത് മുസ്ലിമീങ്ങളുടെ അറിവിലുള്ള പ്രവചനങ്ങളാണ്. പക്ഷെ അത് വെച്ച് മുസ്ലിമീങ്ങൾ ഇവിടെ യുദ്ധം ചെയ്യാൻ ഒരു കാലത്തും മുമ്പ് വിശദീകരിച്ചതുപോലെ ചരിത്രത്തിൽ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, അല്ലെങ്കിൽ തന്നെ സമയം വളരെ വിശാലമായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് പീഡിതർക്ക് പിന്തുണയും അക്രമികൾക്കെതിരെ പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ലോകത്ത് 3 മതക്കാരും വിശ്വസിക്കുന്ന ഇങ്ങനെ അവസാന നാളിൽ വരാനുള്ള ഒരു വിധികർത്തൃത്വത്തിലേക്ക് കാത്തിരിക്കാനെങ്കിലും എല്ലാ ലോകവും ഈ സയനിസ്റ്റ് ലോബിയോടും ക്രൈസ്തവ സയനിസ്റ്റുകളോടും പറയണം, അങ്ങനെയെങ്കിലും ലോകത്തിന് സമാധാനം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു സമാധാനം നടന്നാലും ഇല്ലെങ്കിലും അവസാന വിജയത്തിനായി യഥാർത്ഥ പുരുഷൻ വരുന്നതുവരെ നമുക്ക് പീഡിതർക്കൊപ്പം നിന്ന് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണയ്ക്കുമാറാകട്ടെ. എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.